രാമചന്ദ്രൻ നായർ ചടയമംഗലം സ്വദേശിയാണ്. റവന്യൂ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഡെപ്യൂട്ടി കളക്ടറാണ്. ഇപ്പോൾ ചടയമംഗലത്തുള്ള ജഡായിപ്പാറ ടൂറിസത്തിൽ ഗവൺമെൻറ് ലൈസൻസ് ഓഫീസറും ആയിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ വീടിനോട് ചേർന്ന് എൻ്റെ സ്വന്തം പറമ്പിൽ വെച്ചിട്ട് എനിക്ക് ഒരു ടൈൽസിൽ ചവിട്ടി, യാദൃശ്യമായിട്ട് ടൈൽസ് പൊട്ടി എൻ്റെ കാലിലേക്ക് തുളച്ച് കയറി വലിയൊരു മുറിവേറ്റു. അടുത്തുള്ള ആശുപത്രി ആയൂര് ആശുപത്രിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് ഏതെങ്കിലും കുറച്ചുകൂടെ നല്ല ആശുപത്രിയിലേക്ക് പോകണം, ഇവിടെ ഇതിനുള്ള സൗകര്യവും എനിക്കതിനുള്ള പരിചയവും ഇല്ല, മുറിവ് ഒത്തിരി വലുതാണ്. അപ്പോൾ ഇതെവിടെ പോകണം എന്നുള്ളത് അപ്പോഴൊരു സന്ദേശമായി. ഇപ്പോൾ ഡോക്ടറുടെ അടുത്ത് ചോദിച്ചപ്പോൾ മെഡിക്കൽ കോളേജിലോ എന്തെങ്കിലും പോകുന്നത് നല്ലതെന്ന് തോന്നി. ആ സമയത്താണ് എൻ്റെ മനസ്സിൽ ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന രാധാകൃഷ്ണൻ സാറിൻ്റെ ഒരു സന്ദേശം അദ്ദേഹത്തെ ഫേസ്ബുക്കിലൂടെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ കണ്ടിരുന്നത്. അദ്ദേഹം ഈ ആശുപത്രിയിലെ സേവനത്തെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അതിൽ പറഞ്ഞിരുന്നു. അത് ഓർമ്മ വന്നു. അങ്ങനെ ഞാൻ നേരെ എൻ്റെ മകൻ്റെ സഹായത്തോടു കൂടി ഇവിടെ എത്തി. കാഷ്വാലിറ്റിയിൽ വളരെ ശീഘ്രഗതിയിലുള്ള സേവനം കിട്ടി. കാഷ്വാലിറ്റിയിലുണ്ടായിരുന്ന ഡോക്ടർക്ക് പുറമെ ഡോക്ടർ നിരഞ്ജനെ പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റിയിലേക്ക് വിളിച്ചു വരുത്തി. അദ്ദേഹം പ്ലാസ്റ്റിക് സർജനായിട്ടുള്ള ഡോക്ടർ ശ്രീലാൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെയും പരിശോധനയ്ക്ക് ശേഷം ചെറിയ ഹൃദയത്തിന് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അത് ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു. ഉടനെ തന്നെ കാർഡിയോളജി ഡോക്ടറെ ഈ കാഷ്വാലിറ്റിയിലേക്ക് തന്നെ അദ്ദേഹത്തെയും പെട്ടെന്ന് വിളിച്ചു വരുത്തി. അനസ്തേഷ്യ ഡോക്ടർ വളരെ ശീഘ്രഗതിയിൽ ദീർഘമായിട്ടുള്ള ഒരു പരിശോധന കഴിഞ്ഞതിന് ശേഷം എന്നെ ഓർമ്മക്കെടുത്തിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ട് എൻ്റെ മുറിവുകളെല്ലാം തുന്നിക്കെട്ടി. സങ്കീർണമായ ഇതായിരുന്നു, ഒരു വെയിന് കാറ്റ് പോയതായിരുന്നു. അതിനുശേഷം ആവശ്യമായ നിരീക്ഷണത്തിന് ശേഷം മുറിയിലേക്ക് കൊണ്ടുവന്നു. 2 ദിവസം കൊണ്ട് ഞാൻ ഈ മുറിയിലാണ്. മുറിയിൽ വളരെ സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷം, മറ്റൊന്നും കാണാത്തൊരു അന്തരീക്ഷം എനിക്ക് അനുഭവപ്പെട്ടു. ഇവിടുത്തെ ഡോക്ടേഴ്സും അതേമാതിരി തന്നെ മറ്റുള്ള സ്റ്റാഫുകളും സൗഹൃദമായിട്ട് നല്ല ഒരു രീതിയിൽ, ഒരു വീട്ടിൽ നമുക്ക് നമ്മുടെ അടുത്ത ബന്ധുക്കൾ, നമ്മുടെ മക്കളോ ഇവരൊക്കെ തരുന്ന അതേമാതിരി, കൊച്ചുമക്കളോ തരുന്ന അതേ രീതിയിലുള്ള സമീപനം എൻ്റെ അടുത്തുണ്ടായി. എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഇന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഉള്ള ഒരു അഭിപ്രായം കേട്ടു. അങ്ങനെ ചടയമംഗലത്തേക്ക് തിരിച്ചു പോകാനും ഡോക്ടർ പറയുന്ന ദിവസം തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. SP Mediford, you first, always.